Hello dear students, welcome back to my chemistry class and here is your Asna ma'am. And now we are learning chemistry class 9, Kerala syllabus chapter 5. The name of our chapter is acids, bases and salts. നമ്മളിപ്പോൾ കേരള സിലബസ് സ്റ്റാൻഡേർഡ് 9-ലെ ചാപ്റ്റർ 5 കെമിസ്ട്രി ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ് അബൌട്ട് എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ആസിഡ് റെയിനിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാരണങ്ങളും എങ്ങനെ അത് പരിഹരിക്കാം അതിൻ്റെ സൊല്യൂഷൻസ് അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ ന്യൂ ടോപ്പിക്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആസിഡ്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബേസസ് എന്താണ്, ആൽക്കലീസ് എന്താണ്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആൽക്കലീസ്. എന്താണ് ആൽക്കലീസ് നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ആൽക്കലീസിന് ഒരു സോപ്പി ടു ടച്ച്, ഒരു വഴുവഴുപ്പുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എവിടെയൊക്കെയാണ് നമ്മൾ വീട്ടിൽ ഹൗസ് ഹോൾഡിലൊക്കെ ആൽക്കലീസ് എവിടെ ഉപയോഗിക്കുന്നത്? ബേക്കിംഗ് സോഡയിലുണ്ട് ആൽക്കലി ഉണ്ട്, ഓവൻ ക്ലീനറിലുണ്ട്, ദെൻ ഡിഷ് വാഷിംഗ് പൗഡറിൽ, ഡിറ്റർജൻറ്റിലൊക്കെ ആൽക്കലീസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബ്ലീച്ച്, ഇതിലെല്ലാം ആൽക്കലീസ് ഉണ്ട്. സോ ആൽക്കലിയുടെ ഒരു ക്യാരക്ടറാണ് നമ്മൾ പഠിച്ചത് സോപ്പി ടു ടച്ച്, ഒരു വഴുവഴുപ്പാണ് അല്ലേ. സോപ്പിലൊക്കെ ആൽക്കലി ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ആൽക്കലൈസ് ഹാവ് സോപ്പി ടു ടച്ച്. ഇനി the equation of dissolution of SO2 in water is given below. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? SO2 സൾഫർ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഡിസൊല്യൂഷൻ ചെയ്യുന്നതിൻ്റെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സൾഫർ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടണത്? H2SO3 സൾഫ്യൂറസ് ആസിഡ്. ഇവിടെ H2SO3 എന്ന് പറഞ്ഞാൽ സൾഫ്യൂറസ് ആസിഡ്. ഇവിടെ SO2 എന്ന് പറയുന്നത് സൾഫർ, അതൊരു മെറ്റലാണോ നോൺ മെറ്റലാണോ? നോൺ മെറ്റലാണെന്ന് നമുക്കറിയാം. അപ്പോൾ നോൺ മെറ്റൽ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആസിഡിക് ക്യാരക്ടറാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ആസിഡ് റെയിനിൻ്റെ ഒക്കെ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട്. സോ ഇവിടെ എന്താ നമ്മൾ പഠിച്ചത്? കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഇവരെല്ലാം കാർബണും സൾഫറും അതുപോലെ നൈട്രജനൊക്കെ നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഓക്സൈഡ്സ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്. ഓക്കെ, അവർ എന്ത് ക്യാരക്ടറാണ് ജനറലി വാട്ടറുമായി കമ്പൈൻ ചെയ്യുമ്പോൾ കാണിക്കാറ്? ജനറലി കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് വാട്ടർ ആർ ആസിഡിക്. അവർ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വെള്ളവുമായി കമ്പൈൻ ചെയ്യുമ്പോൾ ആസിഡിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ആസിഡാണ് തന്നത്. H2O സൾഫർ ഡയോക്സൈഡും ആസിഡാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർബോണിക് ആസിഡ്, സോഡ വാട്ടർ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്, നോൺ മെറ്റലായിട്ടുള്ള ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആസിഡാണ് തരുന്നത്. നമ്മൾ പഠിച്ചു ആസിഡിക് ക്യാരക്ടറാണ്. സോ അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ മെറ്റാലിക് ഓക്സൈഡ്സ് വെള്ളവുമായി കമ്പൈൻ ചെയ്താൽ എന്താ കിട്ടുക? വാട്ട് വിൽ ബി ദ നാച്ചർ ഓഫ് ദ പ്രോഡക്റ്റ് വെൻ മെറ്റാലിക് ഓക്സൈഡ്സ് കമ്പൈൻ വിത്ത് വാട്ടർ? അപ്പോൾ നോൺ മെറ്റൽസ് കമ്പൈൻ ചെയ്താൽ നമുക്ക് തരുന്നത് ആസിഡിക് ക്യാരക്ടറാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ നോൺ മെറ്റാലിക് മെറ്റാലിക് ഓക്സൈഡ്സ്, മെറ്റലായിട്ടുള്ള ഓക്സൈഡ്സ്, സോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. നമ്മുടെ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് അറിയണ്ടേ? ഫസ്റ്റ് പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ബേൺ ആൻഡ് നീറ്റ്ലി റബ്ഡ് ആൻഡ് ക്ലീൻഡ് മാഗ്നീഷ്യൻ റിബൺ. ഒരു മാഗ്നീഷ്യൻ റിബൺ, നല്ല വൃത്തിയുള്ള മാഗ്നീഷ്യൻ റിബണ് കത്തിക്കണം, ബേൺ ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ എക്സ്പെരിമെൻ്റൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ കാണാറുണ്ട്, 8ലും 9ത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാഗ്നീഷ്യൻ റിബൺ ബേൺ ചെയ്ത് നമുക്കറിയാം നല്ല ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം കിട്ടും, അറിയാലോ. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ. ഇനി പിന്നീട് എന്ത് ചെയ്യേണ്ടതെന്നറിയോ? കളക്ട് ദ വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാഗ്നീഷ്യൻ റിബൺ ബേൺ ചെയ്താൽ
കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഷ് ഉണ്ടാവില്ല, അതൊരു വൈറ്റ് പൗഡറാണ്, വൈറ്റാണ്. അപ്പോൾ ആ വൈറ്റ് നമ്മൾ പൊടിച്ചിട്ട് പൗഡർ പോലെ ആക്കുന്നു. അത് കളക്ട് ചെയ്യണം ഒരു വാച്ച് ഗ്ലാസ്സിൽ. ടേക്ക് ദ വൈറ്റ് പൗഡർ ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് 2 or 3 drops ഓഫ് വാട്ടർ. എന്നിട്ട് ആ പൊടിയിലേക്ക് 2-3 തുള്ളി വെള്ളം ഇറ്റിക്കുന്നു. ഓക്കെ, ഒഴിക്കുന്നു. ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് നാച്ചുറൽ യൂസിങ് ലിറ്റ്മസ് പേപ്പർ. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ വൈറ്റ് പൗഡർ കിട്ടുമല്ലോ, മാഗ്നീഷ്യം റിബൺ കത്തി കഴിഞ്ഞത് പൊടിച്ചത്, അതിലേക്ക് അതിൻ്റെ നാച്ചുറൽ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് ലൈവായി കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാഗ്നീഷ്യം റിബൺ വേണം, പിന്നെ സ്പിരിറ്റ് ലാമ്പ്, മാസ്റ്റിക്ക്, വാച്ച് ഗ്ലാസ്, ലിറ്റ്മസ് പേപ്പർ, ദെൻ വാട്ടർ, വെള്ളം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാഗ്നീഷ്യം റിബണിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നു. വളരെ സോഫ്റ്റ് മെറ്റലാണ് മാഗ്നീഷ്യം, നമുക്ക് കൈയോടെ തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് അതൊരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ ഇങ്ങനെ പിടിക്കുന്നു. ഓക്കെ, ഇനി നമ്മളത് കത്തിക്കാൻ പോവുകയാണ് കേട്ടോ. അത് സ്പിരിറ്റ് ലാമ്പ് കത്തിച്ച് നമ്മൾ മാഗ്നീഷ്യം റിബണ് കത്തിക്കാൻ പോകുന്നു. നമ്മൾ ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. നോക്കൂ എന്ത് സംഭവിക്കുന്നത്. നമുക്കറിയാം മാഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായ വൈറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിം തരും, നല്ല വെള്ള പ്രകാശത്തിൽ തരും. വൈറ്റ് കണ്ടോ, നല്ല വൈറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിമാണ് തരുന്നത്. ഇനി ഇത് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ വാച്ച് ഗ്ലാസ്സിലേക്ക് ഈ പൗഡർ ഇടുന്നു. അത് കഴിഞ്ഞതിൻ്റെ ആഷ്, അതൊരു വൈറ്റ് പൗഡറാണ്, അതിങ്ങനെ നമ്മൾ ടെസ്റ്റ് പൗഡറിന് പൊടിച്ചെടുക്കുന്നു. എന്നിട്ട് ഇത് കെമിക്കലി ഈ മാഗ്നീഷ്യം റിബൺ കത്തിക്കഴിഞ്ഞതിൻ്റെ പേരെന്താണ്? മാഗ്നീഷ്യം ഓക്സൈഡ്. കാരണം എന്താ? ഇനി നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഡ്രോപ്പറുമായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്ന് ഡിസോൾവ് ചെയ്യുന്നു, വെള്ളത്തിലൊന്ന് ആലേപിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ നാച്ചുറ നോക്കുന്നു. റെഡ് ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്ത് അതിൻ്റെ നാച്ചുറ ആസിഡാണോ അതോ ബേസ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ റെഡ് ലിറ്റ്മസിൻ്റെ എന്ത് ചേഞ്ച് വന്നു? ബ്ലൂ ആയി മാറി അല്ലേ? അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മൾ. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ഒബ്സർവേഷനും കൺക്ലൂഷനൊക്കെ എന്താണ്? നമ്മൾ എന്തായിരുന്നു കണ്ടത്? മാഗ്നീഷ്യം റിബൺ എന്ത് സംഭവിച്ചത്? മാഗ്നീഷ്യം റിബൺ കത്തിച്ചപ്പോൾ മാഗ്നീഷ്യം റിബൺ ബേൺസ് വിത്ത് എ ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം. മാഗ്നീഷ്യം റിബൺ നല്ല വൈറ്റ് ഫ്ലെയിമോട് കൂടി കത്തി. ദെൻ ദ വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻ ഈസ് മാഗ്നീഷ്യം ഓക്സൈഡ്. ഈ വൈറ്റ് പൗഡറിനുള്ള മാഗ്നീഷ്യം കത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ആഷ് നമ്മളൊരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തു, എന്നിട്ടത് ഇങ്ങനെ പൊടിച്ചു. അതിൻ്റെ കളർ എന്തായിരുന്നു? വൈറ്റാണ്, വൈറ്റ് പൗഡർ. ഇത് കെമിക്കലി എന്താണ്? മാഗ്നീഷ്യം ഓക്സൈഡാണ്. എന്താ കാരണം? ഏതൊരു വസ്തു അത് കത്തുക, ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. എന്താ? ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നീഷ്യം കത്തി എന്ന് പറഞ്ഞാൽ മാഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പോൾ മാഗ്നീഷ്യം ഓക്സൈഡ് അത് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മാഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്തായിരിക്കും? കെമിക്കൽ ഇക്വേഷൻ ഓഫ് എബോവ് റിയാക്ഷൻ ഇസ് ബിലോ. എബോവ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മാഗ്നീഷ്യം റിബൺ ബേൺ ചെയ്ത ഇക്വേഷൻ അതെങ്ങനെയാണ്? മാഗ്നീഷ്യം Mg+O2 gives MgO. മാഗ്നീഷ്യവും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ മാഗ്നീഷ്യം ഓക്സൈഡ് അത് കമ്പൈൻ ചെയ്യുന്നതാണ് കത്തുന്നത്. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റാണ് മാഗ്നീഷ്യം ഓക്സൈഡ്. വാച്ച് ഗ്ലാസ്സിലെടുത്ത ഈ ഒരു വൈറ്റ് പൗഡർ. ഇനി ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? അല്ല, നമുക്ക് ബാലൻസ്ഡ് ആക്കാം. ഫസ്റ്റ്, then when we test the nature of the solution of magnesium oxide and water by litmus paper, നമ്മൾ ഈ മാഗ്നീഷ്യം ഓക്സൈഡിനെ വാച്ച് ഗ്ലാസ്സിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ
ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ നാച്ചുറൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താ നമ്മൾ കണ്ടത്? റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയി മാറി. അപ്പോൾ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയി എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷൻ എന്തായിരിക്കും? ബേസിക് ആണ്, ആൽക്കലി ആണ്. സോ ഇവിടെ എന്താ പറഞ്ഞത്? വെൻ വി ടെസ്റ്റ് ദ നാച്ചുറൽ സൊല്യൂഷൻ ഓഫ് മാഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് വാട്ടർ ബൈ ലിറ്റ്മസ് പേപ്പർ ഇറ്റ് ഷോസ് റെഡ് ലിറ്റ്മസ് ടേൺസ് ടു ബ്ലൂ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ സൊല്യൂഷൻ ഈസ് ബേസിക്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മാഗ്നീഷ്യം ഓക്സൈഡ് വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ബേസിക് നാച്ചറാണ് കാണിക്കുന്നത്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് താഴെ തന്നിട്ടുള്ളത്. ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ മാഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് വാട്ടർ ഈസ് ഗിവൻ ബിലോ. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ ബേൺ ചെയ്ത ഇക്വേഷനാണ് ഇത്. ഇനി നമ്മൾ ഈ മാഗ്നീഷ്യം ഓക്സൈഡിനെ ഇതിനെ വെള്ളത്തിലിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ ആ ഒരു ഇക്വേഷനാണ് രണ്ടാമത് നമ്മൾ കാണിക്കുന്നത്. എങ്ങനെയാണ്? മാഗ്നീഷ്യം ഓക്സൈഡും വാട്ടറുമായി കമ്പൈൻ ചെയ്തപ്പോൾ എന്താ നമുക്ക് കിട്ടി? MgOH ട്വൈസ്. അങ്ങനെയാണ് വായിക്കുന്നത് കേട്ടോ. ബ്രാക്കറ്റിൽ ഇട്ടിട്ട് കണ്ടോ? ഈ അവിടെ മാഗ്നീഷ്യം ഓക്സിജനും ഹൈഡ്രജനും രണ്ടിനും ബാധകമാണ് 2 എന്നുള്ളത്. അതുകൊണ്ടാണ് MgOH ട്വൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുക. സോ ഈ MgOH ട്വൈസ് എന്ന് പറഞ്ഞാൽ അത് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ. സോ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടിയത്? മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ഇവിടെ മാഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് മാഗ്നീഷ്യം അതെന്താ മെറ്റലാണോ നോൺ മെറ്റലാണോ? മെറ്റലാണ്. അപ്പോൾ മാഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് എന്ത് ഓക്സൈഡാണ്? മെറ്റാലിക് ഓക്സൈഡാണ്. അപ്പോൾ ഈ മെറ്റാലിക് ഓക്സൈഡ് വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ എന്ത് നാച്ചുറാണ് തന്നത്? ബേസിക് നാച്ചുർ തന്നു. അതിനെങ്ങനെ നമുക്ക് മനസ്സിലായത്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വെള്ളവുമായി കമ്പൈൻ ചെയ്താൽ ആസിഡിക് നാച്ചുർ തരുന്നു എന്ന് പഠിച്ചു. ഇനി ഇപ്പോൾ നമ്മൾ പഠിക്കുന്നു മെറ്റാലിക് ഓക്സൈഡ്സ് ലൈക്ക് മാഗ്നീഷ്യം ഓക്സൈഡ് ഇതെല്ലാം വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്താൽ ബേസിക് നാച്ചുറാണ് തരുന്നതെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെരിമെൻറ്റ് ചെയ്താലല്ലേ. ഒരു എക്സ്പെരിമെൻറ്റ് മാത്രം ചെയ്താൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ് കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ശരിയാണെന്ന്. സോ നമ്മളിവിടെ മാഗ്നീഷ്യം ഓക്സൈഡ് ഇത് ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പോൾ ബാലൻസ്ഡ് ആക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നോക്കൂ, 2 മാഗ്നീഷ്യം O2. അപ്പോൾ 2 Mg പ്ലസ് O2 gives 2 MgO. ഇപ്പോൾ അത് ബാലൻസ്ഡ് ആയല്ലോ. 2 മാഗ്നീഷ്യം റിയാക്ടൻറ്റ് സൈഡിൽ 2 മാഗ്നീഷ്യം പ്രോഡക്റ്റ് സൈഡിൽ 2 ഓക്സിജൻ റിയാക്ടൻറ്റ് സൈഡിൽ 2 ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിൽ. സോ ഇത് ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. സോ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ് കണ്ടു നോക്കാം. എന്താണ് ഈ മാഗ്നീഷ്യം മെറ്റാലിക് ഓക്സൈഡ്സ് വാട്ടറുമായി കമ്പൈൻ ചെയ്യുമ്പോൾ ബേസിക് നാച്ചുർ ആണോ തരുന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ് കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ ചെയ്യാൻ വേണ്ട സാധനങ്ങളും പ്രൊസീജിയറൊക്കെ നമുക്ക് നോക്കാം. എക്സ്പെരിമെൻറ്റ് നമുക്ക് വേണം. ഇതെന്താണെന്നറിയോ? ക്യുക്ക് ലൈമാണ്, നമ്മുടെ നീറ്റ് കക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇത് പൊടിച്ചത് വേണം നമുക്ക്. ക്യുക്ക് ലൈം പൗഡർ, ഈ ഒരു കക്ക നമുക്ക് കിട്ടുമല്ലോ, അതിൻ്റെ പൗഡർ. ഓക്കെ. ഇനി നമ്മുടെ എക്സ്പെരിമെൻറ്റ് പ്രൊസീജിയർ, ടേക്ക് സം വാട്ടർ ഇൻ എ ബീക്കർ. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. കുറച്ച് വെള്ളം ഒരു ബീക്കറിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആഡ് സം ക്യുക്ക് ലൈം. കുറച്ച് ഈ ഒരു ക്യുക്ക് ലൈം ആഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റിർ നന്നായി ഇളക്കുക. എന്നിട്ട് ടേക്ക് സം ക്ലിയർ സൊല്യൂഷൻ ഇൻ എ വാച്ച് ഗ്ലാസ് ഫ്രം ദ ബീക്കർ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് നാച്ചുറൽ ബൈ ലിറ്റ്മസ് പേപ്പർ. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ബീക്കറിൽ ഈ ക്യുക്ക് ലൈം ആഡ് ചെയ്ത ബീക്കറിൽ ഇങ്ങനെ കുറച്ച് നേരം ഇളക്കിയിട്ട് അങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞ് വരുമല്ലോ. അതിൽ നിന്ന് തെളിഞ്ഞ് വന്ന കുറച്ച് വെള്ളം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം. എന്ത്? നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് അത് ആസിഡാണോ ബേസ് ആണോ. അതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. വളരെ സിമ്പിളാണ്. ഓക്കെ. സോ നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് ലൈവായി കണ്ടു നോക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് എക്സ്പെരിമെൻറ്റിന് ആവശ്യമായ സാധനങ്ങൾ ക്യുക്ക് ലൈം പൊടിച്ചതാണ് കേട്ടോ. അത് ക്യുക്ക് ലൈം പൗഡർ, നീറ്റ് കക്കയുടെ പൗഡർ. പിന്നെ വേണ്ടത് ഒരു ബീക്കർ വേണം. പിന്നെ വാച്ച് ഗ്ലാസ്, ലിറ്റ്മസ് പേപ്പർ, ദെൻ വാട്ടർ, വെള്ളം എടുത്തിരിക്കുകയാണ്. പിന്നെ ഡ്രോപ്പർ, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ക്യുക്ക് ലൈം ബീക്കറിലേക്ക് കുറച്ചിടണം. ആദ്യം ഫസ്റ്റ് കുറച്ച് വാട്ടർ എടുത്തിട്ട് ബീക്കറിലേക്ക് ഇടുക, ഒഴിക്കുക. കുറച്ച് വാട്ടർ ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ക്യുക്ക് ലൈം പൗഡർ കുറച്ച് ഈ ബീക്കറിലെ വെള്ളത്തിലേക്ക് ഇടുന്നു. ഓക്കെ.
സ്പാച്ചുല എന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ആ സ്പൂൺ പോലെ ഇരിക്കുന്നതിന് നമ്മൾ കെമിസ്ട്രിയിൽ സ്പാച്ചുല എന്ന് പറയും. എന്നിട്ട് കുറച്ച് ക്യുക്ക് ലൈം അതിലേക്ക് ഇടുന്നു, ബീക്കറിലേക്ക്. ഇനി അത് നന്നായി സ്റ്റിർ ചെയ്യണം, നന്നായി ഇളക്കണം. ഓക്കെ, നന്നായി സ്റ്റിർ ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ വയ്ക്കുക. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് തെളിയും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഡ്രോപ്പർ ഉപയോഗിച്ച് അതിൻ്റെ തെളിഞ്ഞ ഭാഗം, മുകളിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ളത് കുറച്ച് നമ്മൾ വാച്ച് ഗ്ലാസ്സിലിടുന്നു. ഓക്കെ, കുറച്ച് വാച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിറ്റ്മസ് പേപ്പർ എടുക്കുക. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കണം. ഓക്കെ, സോ റെഡ് ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റെഡ് ലിറ്റ്മസ് പേപ്പർ നോക്കൂ എന്തായി മാറി. യെസ്, ബ്ലൂ ആയി മാറിയിരിക്കുന്നു. നമ്മുടെ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഈ ക്യുക്ക് ലൈം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തത് അതിൻ്റെ ബേസിക് നാച്ചുറൽ നോക്കിയപ്പോൾ, ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നാച്ചുറൽ നോക്കിയപ്പോൾ എന്താ നമ്മൾ കണ്ടത്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി ചേഞ്ച് ചെയ്തു. അതിനർത്ഥം എന്താണ് എന്നൊക്കെ നമുക്ക് ഈ ഒബ്സർവേഷനും കൺക്ലൂഷനിൽ ഒന്ന് കണ്ടു നോക്കാം. സോ നമ്മൾ എന്തായിരുന്നു കണ്ടത്? When we test the nature of the solution of calcium oxide and water by litmus paper, it shows red litmus turns to blue, which indicates the solution is basic. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഈ നീറ്റ് കക്ക എന്ന് പറയുന്നത് ക്യുക്ക് ലൈം, അത് കെമിക്കലി എന്താണ്? കാൽസ്യം ഓക്സൈഡാണ്. അത് വാട്ടറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തു. അതല്ല ഇപ്പോൾ നമ്മൾ ചെയ്തത്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിൻ്റെ ക്യാരക്ടർ നോക്കി ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ കണ്ടത്? യെസ്, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിനർത്ഥം ഈ കാൽസ്യം ഓക്സൈഡും വാട്ടറും തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ അവിടെ കിട്ടിയ സൊല്യൂഷന് ബേസിക് ആണ്. അപ്പോൾ നമ്മൾ എന്തോ ഉറപ്പിച്ചു? ഈ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഈ മെറ്റലാണോ നോൺ മെറ്റലാണോ? കാൽസ്യം എന്നുള്ളത് നമുക്കറിയാം മെറ്റലാണ്. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡ് നമ്മൾ പ്രൂവ് ചെയ്തു. മെറ്റാലിക് ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ബേസിക് നാച്ചുറാണ്. ഓക്കെ, സോ നമ്മൾ 2 എക്സ്പെരിമെൻറ്റിലൂടെ അത് തെളിയിച്ചു. മഗ്നീഷ്യം എന്തായിരുന്നു? മെറ്റലാണ്. മഗ്നീഷ്യം ഓക്സൈഡ് അത് വെള്ളത്തിൽ ലയിപ്പിച്ചപ്പോൾ, ഡിസോൾവ് ചെയ്യിച്ചപ്പോൾ ആ ഒരു സൊല്യൂഷനും ബേസിക് നാച്ചുർ കാണിച്ചു. ഇവിടെ കാൽസ്യം എന്നുള്ളത് മെറ്റലാണ്, അതും ബേസിക് നാച്ചുർ കാണിച്ചു. ഇനി ഇതിൻ്റെ ഒരു ഇക്വേഷനാണ് താഴെ തന്നിട്ടുള്ളത്. ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ഈസ് ബിലോ. അപ്പോൾ കാൽസ്യം ഓക്സൈഡും വാട്ടറും തമ്മിലുള്ള ഇക്വേഷൻ എന്താ? കാൽസ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് CaOH ട്വൈസ്. അങ്ങനെയാണ് വായിക്കുന്നത്. ഈ ബ്രാക്കറ്റിനകത്ത് ഓക്സിജൻ എന്നുള്ളത് ഒരു എലമെൻ്റാണ്, ഹൈഡ്രജൻ എന്നുള്ളത് മറ്റൊരു എലമെൻ്റാണ്. അപ്പോൾ ഈ രണ്ടിനും ബാധകമാണ് ഈ 2 എന്നുള്ളത്. സോ ഇവിടെ CaOH ട്വൈസ്. ഇത് കെമിക്കലി ഇവരുടെ പേരെന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, OH ട്വൈസ് ഹൈഡ്രോക്സൈഡ് എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ CaO എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ്. അതെന്താ? അതൊരു മെറ്റാലിക് ഓക്സൈഡാണ്. അത് എന്ത് ക്യാരക്ടർ കാണിച്ചു? വെള്ളവുമായി കമ്പൈൻ ചെയ്തപ്പോൾ ബേസിക് നാച്ചുർ കാണിച്ചു. ഇനി നമ്മൾ എന്താ പഠിച്ചത്? മെറ്റാലിക് ഓക്സൈഡ്സ് ലൈക്ക് CaO, കാൽഷ്യം ഓക്സൈഡ് ആൻഡ് മാഗ്നീഷ്യം ഓക്സൈഡ് MgO എക്സിബിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേസസ്. അപ്പോൾ ഇവർ വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ ബേസിക് നാച്ചുർ കാണിച്ചു. നമ്മളിപ്പോൾ പഠിച്ചു നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വാട്ടറുമായി കമ്പൈൻ ചെയ്താൽ ആസിഡ് ഉണ്ടാവുന്നു എന്ന് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താ? മെറ്റാലിക് ഓക്സൈഡ് വാട്ടറുമായി കമ്പൈൻ ചെയ്താൽ ബേസിക് നാച്ചുറാണ് കാണിക്കുന്നതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ അതും പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ക്യാരക്ടർ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റാലിക് ഓക്സൈഡ്. Characteristics of metallic oxide. Metallic oxides generally exhibit characteristics of bases. The bases that dissolves in water are called alkalis. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടോ? ഈ ചിലപ്പോൾ നമ്മൾ ബേസ് എന്ന് പറയും, ചിലപ്പോൾ ആൽക്കലി എന്ന് പറയും. അപ്പോൾ ഈ ആൽക്കലിയും ബേസും ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന്? സോ ഈ ബേസ് അല്ലെങ്കിൽ ആൽക്കലി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയപ്പോൾ ബേസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. മെറ്റാലിക് ഓക്സൈഡ്സ് വെള്ളവുമായി കമ്പൈൻ ചെയ്യുമ്പോൾ അത്
ബേസിക് ക്യാരക്ടർ കാണിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെ ബേസസ് അവർ ജനറലി ബേസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തരുന്നത്. ഇനി ഈ ബേസസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസസിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബേസസും ആൽക്കലികളല്ല. ആൽക്കലികൾ എന്ന് പറയുമ്പോൾ ഈ ബേസസ് വെള്ളത്തിൽ ഡിസോൾവ് അലിയിപ്പിക്കാൻ പറ്റിയ ബേസസിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസസിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഡൗട്ട് അടിക്കരുത് എന്താണ് ബേസ് എന്താണ് ആൽക്കലീസ് എന്നൊക്കെ. ഫ്രം ദ ഓക്സൈഡ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ബേസിക് ഓക്സൈഡ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് ഓക്സൈഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ബേസിക് ഓക്സൈഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആരാണ് ബേസിക് ഓക്സൈഡ്സ് തരുന്നത്? മെറ്റാലിക് ഓക്സൈഡ്സ് ആണോ അതോ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണോ? നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് നമ്മൾ പഠിച്ചു ആസിഡിക് ക്യാരക്ടറാണ് തരുന്നത്. അപ്പോൾ ആരായിരിക്കും ബേസിക് ഓക്സൈഡ്സ്? യെസ്, മെറ്റാലിക് ഓക്സൈഡ്സ്. നോൺ മെറ്റൽസ് അവരുടെ ഓക്സൈഡ്സ് ആസിഡിക് ക്യാരക്ടറാണ്. സോ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് നമുക്ക് ബേസിക് നാച്ചർ തരുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് മെറ്റൽസ് നമുക്ക് നോക്കണം. പീരിയോഡിക് ടേബിളിൽ ആരൊക്കെയാണ് മെറ്റൽസ്? ഈ ഭാഗത്തുള്ളവരാണ് മെറ്റൽസ്. ഫസ്റ്റ് 2 ഗ്രൂപ്പ് മെറ്റൽസ് ആണ്. അതുപോലെ ഇവരെല്ലാം മെറ്റൽസ് ആണ്. ഈ സൈഡിലോട്ട് വരും തോറും നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ K2O പൊട്ടാസ്യം ഓക്സൈഡ് അതെവിടെ? പൊട്ടാസ്യം എവിടെ ഉള്ളത്? ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഷുവറാണ് K2O എന്നുള്ളത് മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സ് ഇത് തരണം? ബേസിക് ഓക്സൈഡ്സ് ആണ് അവർ തരുന്നത്. സോ ബേസിക് ആണ്. ദെൻ സൾഫർ ഡയോക്സൈഡോ? സൾഫർ എന്നുള്ളത് ഏത് ഭാഗത്താണ്? ഇവിടെയാണുള്ളത്. അത് നോൺ മെറ്റലല്ലേ? നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ്സ് ആസിഡിക് നാച്ചുറാണ്. സോ ബേസിക് ഓക്സൈഡ് അല്ല. ദെൻ നെക്സ്റ്റ് P2O5 ഫോസ്ഫറസ് അതെവിടെ കിടക്കുന്നത്? ഇവിടെ. അതൊരു നോൺ മെറ്റലാണ്. സോ അതും ബേസിക് ഓക്സൈഡ് അല്ലാതെ ആസിഡിക് ആണ്. സോ നെക്സ്റ്റ് മഗ്നീഷ്യം എവിടെ കിടക്കുന്നത്? ഇവിടെയാണ്. അത് മെറ്റലാണ്. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ്സ് ബേസിക് നാച്ചുറൽ തരും, മെറ്റാലിക് ഓക്സൈഡ്സ്. ദെൻ CaO കാൽഷ്യം എവിടെ കിടക്കുന്നത്? ഇവിടെയാണ്. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടതാണ്. മഗ്നീഷ്യം ഓക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡും അത് ബേസിക് ഓക്സൈഡ്സ് ആണ്. ദെൻ നൈട്രജൻ നോക്കുമ്പോൾ അത് ആസിഡിക് ഓക്സൈഡാണ്. നൈട്രജൻ ഇവിടെ കിടക്കുന്നത് നോൺ മെറ്റലാണ്. സോ നോൺ മെറ്റൽ ആസിഡിക് ഓക്സൈഡ്സാണ് തരുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക് ഓക്സൈഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലീസ്. അപ്പോൾ ആൽക്കലീസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഇന്ന് പുതിയൊരു പ്രോപ്പർട്ടി കൂടിയൊക്കെ പഠിച്ചു. പണ്ട് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നു? ചെറിയ ക്ലാസ്സിൽ ആൽക്കലൈൻ ടേസ്റ്റാണ്. ആൽക്കലീസിനൊക്കെ ഒരു കാരരുചിയാണ്. ആൽക്കലൈൻ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ കാരരുചി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഹാവ് സോപ്പി ടു ടച്ച്, അവർക്കൊരു വഴുവഴുപ്പാണ്. സോപ്പ് പോലെ ഇങ്ങനെ വഴുവഴുപ്പാണ് ആൽക്കലീസിനെല്ലാം. ദെൻ മെറ്റാലിക് ഓക്സൈഡ് ഷോസ് ബേസിക് ക്യാരക്ടർ. അപ്പോൾ അതും നമ്മൾ പഠിച്ചു. ഈ മെറ്റാലിക് ഓക്സൈഡ്സ് ബേസിക് ക്യാരക്ടർ തരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഇനി ബേസസ് ആൻഡ് ആൽക്കലീസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബേസും ആൽക്കലിയും. അപ്പം ഓൾ ബേസസ് ആർ നോട്ട് ആൽക്കലീസ്. അപ്പോൾ നമ്മൾ പഠിച്ചു എല്ലാ ബേസും ആൽക്കലികളല്ല, പക്ഷേ വാട്ടർ സോലുബിൾ ബേസസ് ആർ കോൾഡ് ആൽക്കലീസ്. വെള്ളത്തിൽ സോലുബിൾ ആയിട്ടുള്ള ബേസസിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ NaOH, KOH ആർ ആൽക്കലീസ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇവരെല്ലാം ആൽക്കലീസാണ്. പക്ഷേ അതേസമയം അലുമിനിയം LOH thrice ആൻഡ് CuOH twice ഇതെല്ലാം ബേസസ് ആണ്. കാരണം എന്താ? ഇവർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. അതുകൊണ്ട് ഇവരെ ബേസ് എന്നാണ് പറയുന്നത്. ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് ആൽക്കലീസ് ആസ് ദേ ആർ നോട്ട് സോല്യൂബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോല്യൂബിൾ ചെയ്യാത്തതുകൊണ്ട് അവരെ ബേസ് എന്നാണ് വിളിക്കുന്നത്. വാട്ടറിൽ സോല്യൂബിൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ ആംഫോട്ടറിക് ഓക്സൈഡ്സ്. എന്താ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചു. ഇപ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സ് പഠിച്ചു, നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് പഠിച്ചു. അപ്പോൾ എന്തായിരിക്കും ആംഫോട്ടറിക് ഓക്സൈഡ്സ്? മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ജനറലി ബേസിക് ഇൻ നാച്ചർ. നമ്മൾ ഇപ്പോൾ പഠിച്ചു മഗ്നീഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ് അതെല്ലാം മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. അവർ ബേസിക് ആണ്, നാച്ചുറൽ സ്വഭാവം കാണിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ബട്ട് എ ഫ്യൂ ഓഫ് ദം ഹാവ് ബോത്ത് അസിഡിക് ആസ് വെൽ ആസ് ബേസിക് ക്യാരക്ടർ. പക്ഷേ അതിൽ കുറച്ച് മെറ്റാലിക് ഓക്സൈഡ്സിന് 2 സ്വഭാവം കാണിക്കും. ബേസിക് അസിഡിക് സ്വഭാവം കാണിക്കും, ബേസിക് സ്വഭാവം കാണിക്കും.
സച്ച് ഓക്സൈഡ്സ് ആർ കോൾഡ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. അങ്ങനെയുള്ള ഓക്സൈഡ്സിനെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. എന്താ ആംഫോട്ടറിക് ഓക്സൈഡ്സ്? മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്, പക്ഷേ അവർ രണ്ട് സ്വഭാവം കാണിക്കുന്ന മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. അവരെ നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് വിളിക്കുന്നു. സോ ഏതൊക്കെയാണ്? അലുമിനിയം, L2O3, then ZnO, ഇതൊക്കെയാണ് അവർ. ദേ ക്യാൻ റിയാക്ട് വിത്ത് ആസിഡ്സ് ആസ് വെൽ ആസ് ബേസസ്. ഇവർക്ക് ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ഷൻ നടക്കാൻ കഴിയും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ബേസസിൻ്റെ എല്ലാ ബേസസും എന്താണ്? ബേസസ് സൊല്യൂബിൾ ആയിട്ടുള്ള ബേസസിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ബേസസിനെയാണ് നമ്മൾ ഇൻസൊല്യൂബിൾ ബേസസ്. അവരെ ആൽക്കലീസ് എന്ന് പറയില്ല. വെള്ളത്തിൽ സൊല്യൂബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ആൽക്കലീസിലുള്ള കോമൺ കോമ്പോണൻറ്റിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.